ദ ഫ്യൂരിയസ് കെഞ്ചി തനിഗാക്കി സംവിധാനം ചെയ്ത് സൈ മിയാവോ, ജിയോ തസ്ലിം എന്നിവർ പ്രധാന വേഷങ്ങൾ എത്തിയ ചിത്രമാണ് ദ ഫ്യൂരിയസ്. ദ റെയ്ഡ്, ജോൺ വിക്ക്, ടേക്കൺ തുടങ്ങിയ സിനിമകൾ സമ്മാനിച്ച അതേ തരത്തിലുള്ള ഒരു അഡ്രിനാലിൻ റഷ് ആഗ്രഹിക്കുന്ന ആക്ഷൻ പ്രേമികൾക്കായി എത്തിയിരിക്കുന്ന ചിത്രമാണ് ദ ഫ്യൂരിയസ് എന്ന് തന്നെ പറയാം. ഹോങ്കോങ് സിനിമാ ലോകത്തെ പ്രശസ്തനായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെഞ്ചി തനിഗാക്കിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സംവിധായകൻ ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഇതൊരു കിടിലൻ ആക്ഷൻ സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. അഴിമതിയും നിയമലംഘനങ്ങളും നിറഞ്ഞ ഒരു ഇരുണ്ട ലോകം. പ്രധാന കഥാപാത്രമായ വേ സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാധാരണക്കാരനാണ്. എന്നാൽ ഒരു ദിവസം അയാളുടെ മകൾ റെയ്നിയെ ഒരു അന്താരാഷ്ട്ര കുട്ടിക്കടത്ത് മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. നിയമ സംവിധാനങ്ങളിൽ നിന്നോ പോലീസിൽ നിന്നോ യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന വെയ് തൻ്റെ മകളെ രക്ഷിക്കുവാൻ സ്വന്തം കൈക്കരുത്തുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ യാത്രയിൽ അയാൾക്ക് കൂട്ടിനായി എത്തുന്നത് നവീൻ എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. നവീൻ്റെ ഭാര്യയെ ഇതേ മാഫിയ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. ഒരേ ശത്രുവിനെതിരെ പോരാടുന്ന രണ്ടുപേർ ഒന്നിക്കുന്നതോടെ ചിത്രം പൂർണ്ണമായും ഒരു വയലൻസ് ഉത്സവമായി മാറുന്നു. ഒരു ഉഗ്രൻ ആക്ഷൻ കൊറിയോഗ്രാഫിയും മേക്കിങ്ങുമാണ് സിനിമയ്ക്കുള്ളത്. ദ ഫ്യൂരിയസ് എന്ന സിനിമയെ താങ്ങി നിർത്തുന്നത് ഇതിലെ കഥയല്ല, മറിച്ച് അതിൻ്റെ അവിശ്വസനീയമായ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണെന്ന് തന്നെ പറയാം. ഒരു ലളിതമായ കഥയെ എങ്ങനെ ആക്ഷൻ കൊറിയോഗ്രാഫി കൊണ്ട് മനോഹരമായ ഒരു തിയേറ്റർ അനുഭവമാക്കാം എന്ന് ഈ സംവിധായകൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇതിലെ ആക്ഷൻ രംഗങ്ങൾ വെറും വായുവിൽ പറന്ന് നടക്കുന്ന തരത്തിലുള്ളതല്ല. ഓരോ അടിയും ഇടിയും പ്രേക്ഷകന് ഫീൽ ചെയ്യുന്ന തരത്തിൽ റോ ആയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒരു ഐസ് ഫാക്ടറി, പിക്കപ്പ് ട്രക്കിൻ്റെ പിൻഭാഗം, ഒരു റെസ്ലിംഗ് വേദി, ഒടുവിൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഫൈറ്റുകൾ നടന്നിരിക്കുന്നത്. ഇതിൽ ഐസ് ഫാക്ടറിയിലെ ഫൈറ്റ് സീൻ സമീപകാലത്തെ ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം. പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റും കിടിലനായിരുന്നു. അഭിനേതാക്കളുടെ ശാരീരിക ക്ഷമതയും പ്രകടനവുമൊക്കെ മികച്ചതായി തന്നെ വന്നു. നായകനിവിടെ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും കണ്ണുകളിലെ ദേഷ്യം കൊണ്ടും മികച്ച മാർഷൽ ആർട്സ് മൂവ്മെൻറ്റ് കൊണ്ടും ഈ നടൻ എന്ന അച്ഛനെ ഗംഭീരമാക്കി തന്നെ ചെയ്തു. അതുപോലെ തന്നെ വില്ലൻ വേഷത്തിലെത്തിയ മൊട്ടത്തലയനായ ഭീമൻ ഇത്രയും വലിയ ശരീരപ്രകൃതി വെച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന ഫ്ലിപ്പ് ആക്ഷൻ മൂവുകളും എല്ലാം അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ അമ്പും വില്ലും മഴവും ഒക്കെയായി വരുന്ന വില്ലൻ കഥാപാത്രം സ്ക്രീനിൽ എത്തുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ഭീകരത സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി തോന്നി. ഒരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ പ്യുവർ ആക്ഷൻ, റൊമാൻറ്റിക് അല്ല റോ സ്റ്റണ്ടുകൾ എന്നിവ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ദ ഫ്യൂരിയസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ തന്നെ തരുന്ന അനുഭവം ഒരു 10ൽ 10 തന്നെ പറയാം. പ്രത്യേകിച്ച് അവസാനത്തെ 30 മിനിറ്റിലെ ഫൈറ്റൊക്കെ കിടിലനായിരുന്നു. അതായത് തിയേറ്റർ കുലുക്കുന്ന ഒരു ആക്ഷൻ എക്സ്പീരിയൻസിന് ഈ സിനിമയ്ക്ക് കയറാം.